ഈ ദേശീയ കക്ഷികൾ കേരളത്തിലല്ല അതിന്റെ തലസ്ഥാനമെങ്കിൽ ആ കക്ഷികൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയില്ല, കേരളത്തിൽ ഇടപെടാനും അറിയില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയം വളരെ പ്രത്യേകതയുള്ള ഒരു രാഷ്ട്രീയം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കിട്ടാവുന്ന ഏത് പുൽക്കൊടിയും അൻവർ കയറി പിടിക്കും. DMK സംബന്ധിച്ചാൽ DMK പിടിക്കും. പിന്നെ സ്റ്റാലിൻ പറഞ്ഞു അത് പറ്റില്ല, രണ്ട് മുന്നണിയും തമ്മിൽ അടിയിൽ ഞാനില്ല. സ്റ്റാലിൻ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വന്നില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF കൂടെ നിന്ന് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് പോവുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് അൻവറിനൊരു ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദീർഘവീക്ഷണം അൻവറിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അൻവർ വിളിച്ചാൽ കുഞ്ഞികൃഷ്ണനോ ഗോവിന്ദനോ ഒന്നും വന്നോളുന്നില്ല. പിന്നെ അൻവറിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അൻവറിന് ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് അൻവർ മാത്രമല്ല, അൻവറിനെ വിശ്വസിച്ച് ആരാ വരിക? ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയാണെങ്കിൽ LDF തോൽക്കുന്നു. പിണറായി വിജയൻ ഏതാണ്ട് നിഷ്ക്രമിക്കും. അദ്ദേഹം വനവാസത്തിന് പോയില്ലെങ്കിലും ആശുപത്രിവാസത്തിനെങ്കിലും പോകും. അപ്പോൾ അത് തീരും. പിന്നെ ഉള്ളത്, പിന്നെ ആരാണ് CPM ഉണ്ടാവുക? ഈ PV അൻവർ CPM വിട്ട് പിന്നീട് DMK ചേരാൻ ഒരു നീക്കം നടത്തി. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത് അഭിഷേക് ബാനർജി എല്ലാം കൊണ്ടുവന്ന് വലിയ പരിപാടിയൊക്കെ നടത്തി. ഇന്നിപ്പം അൻവർ എറണാകുളത്ത് വാർത്താ സമ്മേളനം നടത്തിയത് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. തൃണമൂലുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചു, സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെച്ചു, ഇനി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ഞാൻ രംഗത്ത് വരുമെന്നാണ്. എന്താണ് അൻവർ ലക്ഷ്യമിടുന്നത്? അൻവർ ലക്ഷ്യമിടുന്നത് വളരെ ലളിതമാണ്. അൻവറിന് എങ്ങനെയും UDF കൂടെ നിൽക്കണം, വേറെയൊക്കെ യാതൊരു മാർഗവുമില്ല. അപ്പോൾ UDF കൂടെ നിൽക്കണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. കാരണം ബംഗാളിലെ പ്രാദേശിക രാഷ്ട്രീയം അനുസരിച്ച് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രണ്ട് ധ്രുവങ്ങളിലാണ്. അപ്പോൾ കോൺഗ്രസ് ചേർന്നിട്ടുള്ള ഒരു മുന്നണിയിൽ CPM ചേർന്നായാലും കേരളത്തിൽ LDF UDF തൃണമൂലായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ള സാധ്യത എന്താ? അയാൾ തൃണമൂലായിട്ട് കേരളത്തിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ബേസും കിട്ടില്ല. എല്ലാ ഇത്തരത്തിലുള്ള പാർട്ടികളുടെയും പ്രശ്നം തൃണമൂൽ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് പണ്ടുണ്ടായ ഒരു പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ട് BJPക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. ഈ ദേശീയ കക്ഷികൾ കേരളത്തിലല്ല അതിന്റെ തലസ്ഥാനമെങ്കിൽ ആ കക്ഷികൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയില്ല, കേരളത്തിൽ ഇടപെടാനും അറിയില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയം വളരെ പ്രത്യേകതയുള്ള ഒരു രാഷ്ട്രീയം, മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല. പിന്നെ ദേശീയ പാർട്ടികളും അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇപ്പൊ CPM സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. CPM കേരളത്തിൽ CPM കോൺഗ്രസ് തമ്മിൽ അടിയാണ്, തമിഴ്നാട്ടിൽ അവർ ഒന്നിച്ചാണ്, ആസാമിൽ ഒന്നിച്ചാണ്. ഇതൊക്കെ അതുകൊണ്ട് അവർക്കൊരു വലിയ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അവരുടെ ഏറ്റവും ബേസ് ഒരു സംസ്ഥാനമാണ്, ബംഗാൾ മാത്രമാണ്. ബംഗാളിൽ അവർക്ക് കോൺഗ്രസിനെ എതിർത്ത് നിന്നേ പറ്റൂ, CPM നശിപ്പിച്ചേ പറ്റൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇവിടെ കിട്ടില്ല. ഇത് അറിയാത്ത ഒരാളൊന്നുമല്ല അൻവർ. പിന്നെ ചില അൻവറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് കിട്ടാവുന്ന ഏത് പുൽക്കൊടിയും അൻവർ കയറി പിടിക്കും. DMK സംബന്ധിച്ചാൽ DMK പിടിക്കും. പിന്നെ സ്റ്റാലിൻ പറഞ്ഞു അത് പറ്റില്ല, രണ്ട് മുന്നണിയും തമ്മിൽ അടിയിൽ ഞാനില്ല. സ്റ്റാലിൻ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വന്നില്ലല്ലോ. കാരണം സ്റ്റാലിൻ എങ്ങനെ ഇവിടെ വരിക? ഇവിടെ ആർക്കും വേണ്ടി പറയാൻ പറ്റും, രണ്ടുപേരും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് ഇപ്പോൾ അതുപോലെ പിണറായി വിജയൻ ഒരിക്കലും തമിഴ്നാട്ടിൽ പോയില്ലല്ലോ. അത് മര്യാദകേടാണ് ഞാൻ പറയുന്നു, പക്ഷെ എങ്കിൽ പോലും പോയില്ലല്ലോ. അപ്പൊ ഈ അഖിലേന്ത്യാ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യങ്ങൾ, ആ വൈരുദ്ധ്യങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് അൻവറിന്റെ കാര്യം. അൻവറിന് ഇവിടെ തൃണമൂലായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അൻവറിന് പുതിയ പാർട്ടി ഉണ്ടായേ പറ്റൂ. ഇനിയിപ്പോൾ ഈ അൻവറിന്റെ പുതിയ പാർട്ടിയുടെ ഒക്കെ തീരുമാനം വരുന്നത് ബേപ്പൂരിലെ റിസൾട്ടാണ്. ബേപ്പൂരിൽ അൻവർ തോറ്റുപോയാൽ പിന്നെ അൻവറിന് എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനതൊന്നും കാണുന്നില്ല. ബേപ്പൂരിൽ അൻവർ ജയിക്കുകയാണെങ്കിൽ അത് വേറൊരു സെനേറിയോ ആണ്, അവിടെ വേറൊരു അന്തരീക്ഷമാണ്. അൻവറിന് സ്വന്തം പാർട്ടി ഉണ്ടാക്കാം, ആ പാർട്ടി വെച്ച് അൻവറിന് അടുത്ത 15-ാം തീയതി ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം. ഇലക്ഷൻ റിസൾട്ട് വന്ന അൻവർ നോക്കിയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത്. റിസൾട്ട് അൻവറിനെതിരായാൽ അൻവറിന്റെ പാർട്ടിക്ക് ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം പിന്നെ അൻവറിന് എന്ത് പറഞ്ഞ് പോകാൻ പറ്റില്ല, പിണറായി പോവും. UDF ജയിക്കുകയും കൂടി ചെയ്താൽ അൻവറിന് എന്ത് കിട്ടാൻ? അവന് ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം, അതുകൊണ്ടൊക്കെ അൻവറിന് വല്ല കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അൻവറിന് സാധ്യത വളരെ വളരെ കുറവാണ്. പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അത് നിൽക്കാൻ പോകില്ല. നേരെ മറിച്ച് ഈ അവസ്ഥയിലാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF കൂടെ നിന്ന് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് പോവുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് അൻവറിനൊരു ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദീർഘവീക്ഷണം അൻവറിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇപ്പോൾ പിണറായി പവറിൽ നിന്ന് പോയാൽ പിന്നെ അൻവറിന്റെ സ്ലോഗൻ എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ്, പിന്നെ എന്താണ് അൻവറിന്റെ സ്ലോഗൻ എന്തായിരിക്കും? അൻവറിന് ഒരു ലോക്കൽ സ്റ്റാൻഡ് വേണ്ടേ എന്തെങ്കിലും? ആ ലോക്കൽ സ്റ്റാൻഡ് നഷ്ടപ്പെടും. പിന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കി ഇവിടുത്തെ ഏതെങ്കിലും കുഞ്ഞു പാർട്ടി പോലെ, ഇപ്പോൾ മണി സി കാപ്പന്റെ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ പഴയ കേരള കോൺഗ്രസ് B ഉണ്ട്, അങ്ങനെയൊക്കെ നിൽക്കാം. അതിനപ്പുറത്ത് അൻവറിന് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ദീർഘകാല ലക്ഷ്യമോ പരിപ്രേക്ഷ്യമോ ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഒടുങ്ങി നിൽക്കാനും പറ്റില്ല.
ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് പുറത്തേക്ക് വന്ന് മത്സരിച്ച VP കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, PK ശശി ഇവരെല്ലാം ചേർത്ത് അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോഡൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അൻവർ രൂപം നൽകിയാൽ അതിനെന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാവും കേരളത്തിൽ? സാധ്യത വളരെ കുറവാണ്. അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത്തരത്തിൽ ഇപ്പോൾ KK രമ അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞു. KK രമയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം KK രമയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ വരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ G സുധാകരനാണെങ്കിലും, എനിക്കറിയാം സുധാകരൻ നിൽക്കുന്നത്, കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും, ഇവരൊക്കെ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ധാരയുടെ ഭാഗമായി RMPയുമായി സഹകരിക്കുക. അവർ ജയിച്ചാൽ ഒരു യൂണിറ്റായിട്ട് അവർക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് അൻവറിന് അതും സാധ്യതയില്ല. അൻവർ വിളിച്ചാൽ കുഞ്ഞികൃഷ്ണനോ ഗോവിന്ദനോ ഒന്നും വന്നോളുന്നില്ല. പിന്നെ അൻവറിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അൻവറിന് ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് അൻവർ മാത്രമല്ല, അൻവറിനെ വിശ്വസിച്ച് ആരാ വരിക? നാളെ അൻവർ നേരെ തിരിഞ്ഞാലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അൻവറിന്റെ ക്രെഡിബിലിറ്റി അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സതീശൻ എക്സ്പോസ് ചെയ്തൊരു സാധനമാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവറിന്റെ ക്രെഡിബിലിറ്റി. പിന്നെ അയാൾ അവസാനം ഈ ഇവിടെ മത്സരിക്കാന്ന് പറഞ്ഞപ്പോൾ മത്സരിച്ചു വന്നു. ബേപ്പൂര് UDFനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയാൽ ലോട്ടറി, കിട്ടിയില്ലെങ്കിൽ ചട്ടി, ഒരു എഴുപതിലേ പോയിന്നുള്ളൂ. റിയാസ് ജയിക്കുകയാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അൻവറിന്റെ പ്രശ്നവും തീരും. ഞാൻ അങ്ങനെയാണെന്ന്, അൻവറിന്റെ പ്രശ്നവും തീരും. UDF രണ്ട് രീതിയിൽ പ്രശ്നം, രണ്ടായാലും UDF ലാഭമാണ്. ബേപ്പൂർ റിസൾട്ട് എന്തായാലും ആ ഇക്വേഷന് ലാഭമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അൻവറിന് എന്തെങ്കിലും ഭാവി അൻവറിന് ബേപ്പൂർ ജയിച്ചില്ലെങ്കിലുണ്ട്. ഇപ്പോൾ രമയെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചപ്പോൾ ഈ KK രമയ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ VP കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനൊക്കെ വരികയാണെങ്കിൽ RMPക്ക് കേരള രാഷ്ട്രീയത്തിൽ CPM-നെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിലനിൽക്കാൻ കഴിയില്ലേ? അല്ല, RMPക്ക് CPM-നെ വെല്ലുവിളിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്താ സംഭവിക്കുക എന്നുള്ളത് വലിയ അനിശ്ചിതത്വം CPM-ലുണ്ട്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയാണെങ്കിൽ LDF തോൽക്കുന്നു. പിണറായി വിജയൻ ഏതാണ്ട് നിഷ്ക്രമിക്കും. അദ്ദേഹം വനവാസത്തിന് പോയില്ലെങ്കിലും ആശുപത്രിവാസത്തിനെങ്കിലും പോകും. അപ്പോൾ അത് തീരും. പിന്നെ ആരാണ് CPM-ൽ ഉണ്ടാവുക? ഇപ്പം എല്ലാവരും പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചർച്ചയാണ്. ഞാൻ അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ആരായിരിക്കും പാർട്ടി സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിലുള്ള പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പോഴുള്ള പാർട്ടി സെക്രട്ടറി എള്ളിന് ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ട് അദ്ദേഹത്തിനോട് പത്രസമ്മേളനം പോലും നടത്തരുതെന്ന് പാർട്ടി പറഞ്ഞിട്ട് ഇനി ആരവർ പാർട്ടി സെക്രട്ടറിയാക്കും? പാർട്ടി സെക്രട്ടറിയായി വരുന്ന ആൾക്ക് ഈ പാർട്ടിക്കാരുടെ മേലെ സ്വാധീനം ഉണ്ടാവും. ഇപ്പോൾ ചിലർ സ്വരാജിന്റെ പേരൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വരാജിനൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം സ്വരാജിന് നിന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാം സ്വരാജിന് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്ര നല്ലതല്ല. ഈ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രസംഗം നടത്താമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോവിന്ദ മാഷക്കും അതായിരുന്നു പ്രശ്നം. ഗോവിന്ദ മാഷ പ്രസംഗം വൈരുദ്ധ്യാത്മകവാദം വാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു വിഷയത്തിലേക്ക് വന്നാൽ എത്ര ഫ്ലോപ്പാണ് ഗോവിന്ദ മാഷ് നമുക്ക് മനസ്സിലായി. അതിനെ സ്വരാജിനും വരാൻ പോണ്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. മാത്രമല്ല, കണ്ണൂർ ലോബി ഒരിക്കലും സ്വരാജിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴും CPM-ന്റെ സ്ട്രോങ്ങസ്റ്റ് ലോബി എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. അപ്പൊ കണ്ണൂർ ലോബിയിൽ എന്താണ് ഇനി ഉണ്ടാവാൻ പോണ വ്യത്യാസം ഈ കുഞ്ഞികൃഷ്ണന്റെയും ഇതും? ഇപ്പോൾ ഉദാഹരണത്തിന് TK ഗോവിന്ദൻ ജയിക്കുക വാദത്തിന് വേണ്ടി ഇവിടെ ടൈറ്റാണെന്നാണ് CPM വിലയിരുത്തുന്നത്. പയ്യന്നൂർ ജയിക്കില്ലെങ്കിലും വലിയ തോതിൽ വോട്ട് കുറയുന്നു. പയ്യന്നൂരിൽ വലിയ തോതിൽ വോട്ട് കുറയുകയും 50,000 നിന്ന് 20,000 ഒക്കെ ആയി ഭൂരിപക്ഷം കുറയുകയും TK ഗോവിന്ദൻ ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണൂരിലെ രാഷ്ട്രീയം വേറെ. MV രാഘവന്റെ പോലെയല്ല TK ഗോവിന്ദൻ. ഇങ്ങനെ MV രാഘവൻ പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളത്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഒരു സമാന്തരമായി ഏതെങ്കിലും തരത്തിൽ ഒരു രൂപീകരണം വരികയോ അങ്ങനെ വരികയാണെങ്കിൽ. പക്ഷെ രമയുടെ ഒരു പരിമിതി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രാദേശികമാണ്. രമയ്ക്ക് അങ്ങനെ കണ്ണൂർ ജില്ലയിലേക്കൊന്നും വ്യാപകമായി RMPക്ക് വന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ, RMPക്ക് വരികയാണെങ്കിൽ നല്ലതാണ് യഥാർത്ഥത്തിൽ. ഇപ്പം G സുധാകരൻ അടക്കമുള്ള ആളുകൾ MLA-മാരായിട്ടും അല്ലാതെയും ഇതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. കാരണം ഈ CPM-ൽ വലിയ അസ്വസ്ഥതയുള്ള കുറേ ആളുകളുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയാൻ പറ്റും അതിൻ്റെ റേഞ്ച് എന്താണ്. അത് അവിടെ മാത്രമല്ല, ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ, കാസർഗോഡ് ജില്ലയിലെ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ ആലപ്പുഴയിലും ഈ അൺട്രസ്റ്റ്, അസ്വസ്ഥത എത്രത്തോളം വരുന്നുള്ളത് അതൊരു മാർക്ക് കടക്കുകയാണെങ്കിൽ അത് CPM-ന് വലിയ ദുരന്തമാവുകയും RMP പോലെയുള്ള കക്ഷികൾക്ക് കൂടുതൽ പ്രായോഗികമായി വരികയും മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇവിടെ ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ കോൺഗ്രസുമായിട്ട് യോജിക്കുന്നതിന് CPM-ന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കോൺഗ്രസ് ഇല്ലല്ലോ, ഭരണമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ കുറെ കൂടി ക്രെഡിബിലിറ്റി രമയുടെ പാർട്ടിക്ക് വരാം. മാത്രമല്ല ദേശീയ തലത്തിൽ കുറച്ച് കഴിയുമ്പോൾ CPI ഞാൻ കാണുന്നില്ല CPI അതേകാലം ഈ CPM-നോട് നിൽക്കുന്നു ഭരണമില്ലെങ്കിൽ.
CPI കോൺഗ്രസ് പക്ഷത്തേക്ക് വരും. ഒരു ഇന്ത്യയിൽ മുഴുവൻ CPM അടി ഉണ്ടാക്കുമ്പോഴും CPI കോൺഗ്രസിൻ്റെ കൂടെയാണ് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് CPM വന്നു കഴിഞ്ഞാൽ CPI വന്നു കഴിഞ്ഞാൽ CPIയും രമയും അടക്കമുള്ള ആളുകൾ ഇപ്പുറത്ത് വന്നാൽ പിന്നെ CPM ഒന്നുമില്ല, ഒരു കളികുളി പാർട്ടിയാവും. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അത് റിമോട്ടാണ്.